പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ ഈ ശുശ്രൂഷയിൽ സന്നിഹിതനാണ്. ഈ പ്രാർത്ഥന കേൾക്കുന്ന, ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന, പ്രത്യേക നിയോഗങ്ങൾ വെച്ച് രാവിലെയും വൈകുന്നേരവും കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കാനാണ് കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിലേക്ക് ഈ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ഭവനങ്ങളുടെ ഭരണം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ആദിവ്യാധികളും നമ്മുടെ പ്രയാസങ്ങളും ഏറ്റെടുക്കുക. നിങ്ങളുടെ കടബാധ്യതകളും വീട്ടിലെ കലഹങ്ങളും കുടുംബ തകർച്ചകളും മക്കളുടെ പഠന വൈകല്യങ്ങളും പഠന തടസ്സങ്ങളും ഏറ്റെടുക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ അമ്മയാണ്. ലൂർദ് മാതാവ് 1858 ലൂർദിൽ ബർണദീത്ത എന്ന ഒരു ചെറിയ പെൺകുട്ടിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം കാണുന്നത് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങളാണ്. വയനാട്ടിലെ പള്ളിക്കുന്ന് പള്ളിയിലെ പെരുന്നാളാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വരാറുണ്ട്. കഴിഞ്ഞ 4.5 വർഷങ്ങൾ ആ പള്ളിക്ക് നേതൃത്വം കൊടുക്കാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. ചെകിടന്മാർ കേൾക്കുന്നത്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടുന്നത്, കല്യാണ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് വിടുതൽ കിട്ടുന്നത്, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ലൂർദിൽ 2 തവണ പോകാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. 2 തവണയും മാതാ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലിരുന്ന് അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ്. പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു അഭിഷേകം ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മ അവളുടെ പുത്രൻ കുരിശുമരം കൊണ്ട് സാത്താൻ്റെ തല തല്ലി തകർത്തതുപോലെ ഇന്നേ ദിനം നിങ്ങളുടെ വീടിനെയോ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ പറമ്പിനെയോ നിങ്ങളുടെ ശുശ്രൂഷകളെയോ നിങ്ങളുടെ വിശ്വാസത്തെയോ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശുവിൻ്റെ നാമത്താൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ ഇന്ന് വെടിവെക്കുകയാണ്. ഇന്ന് ഒരു സഹോദരി നിലവിളിച്ച് പറഞ്ഞത് അവരുടെ ഭർത്താവിൻ്റെ സ്നേഹരാഹിത്യമാണ്. പെട്ടെന്നാണ് ഈ ഒരു പിശാച് ബാധ ഉണ്ടാകുന്നത്. ഇത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, ചിലപ്പോൾ ഭാര്യമാരും പലരും വന്ന് പറയാറുണ്ട്, അച്ഛാ ഞങ്ങളുടെ കുടുംബം തകർന്ന് പല കാരണങ്ങൾ പ്രത്യേകിച്ച് തെറ്റായ ബന്ധങ്ങൾ, ഭാര്യയോടും ഭർത്താവിനോടും പണ്ടുണ്ടായിരുന്ന സ്നേഹം ഉണ്ടാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ വൈകാരിക മേഖലകളെ സാത്താൻ ബന്ധിച്ചു കളയുന്നു. സ്നേഹിക്കാനും ക്ഷമിക്കാനും തോറ്റുകൊടുക്കാനുള്ള കഴിവിനെ സാത്താൻ ഇല്ലാതാക്കി കളയുന്നു. ഇതിലൂടെ കുഞ്ഞുങ്ങൾ വല്ലാതെ വേദനിക്കപ്പെടുന്നു, കുടുംബങ്ങൾ തകർക്കപ്പെടുന്നു, ദൈവകൃപ നഷ്ടപ്പെടുന്നു, പ്രാർത്ഥന നഷ്ടപ്പെടുന്നു, ഐശ്വര്യ സമാധാനം ഉണ്ടാവില്ല. സമ്പത്തുണ്ടാകാം, പക്ഷെ മനസ്സമാധാനം ഉണ്ടാവില്ല. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം, പക്ഷെ മനസ്സമാധാനം ഉണ്ടാവില്ല. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ഇന്നേ ദിനം സർവശക്തിയോടെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ. ലൂർദ് മാതാവിൻ്റെ തിരുനാൾ രോഗശാന്തി ദിനമാണ്. രോഗികൾക്ക് സൗഖ്യം കിട്ടുക. ഇന്ന് ക്യാൻസർ ബാധിതരായ എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ട്യൂമർ ബാധിച്ചിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാരകമായ അലർജി രോഗം മരുന്ന് കഴിച്ച് മടുത്ത് ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ, സൊറിയാസിസ് രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, പാൻക്രിയാസിൻ്റെ രോഗങ്ങൾ,
അടിവയറ്റിലെ വേദനകൾ, മൂത്ര സംബന്ധമായ രോഗങ്ങൾ, കിഡ്നിയുടെ രോഗങ്ങൾ, നട്ടെല്ലിൻ്റെ രോഗങ്ങൾ, ഡിസ്ക് കംപ്ലൈൻറ്റുകൾ, മുട്ടുകാലിൻ്റെ വേദനകൾ, കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥകൾ, യേശുക്രിസ്തു ഏറ്റവും വലിയ ഡോക്ടർ പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ദിവസത്തിൽ നിങ്ങളെ സുഖപ്പെടുത്തുക, നിങ്ങളെ ആശ്വസിപ്പിക്കുക. എല്ലാ തകർച്ചകളും വിട്ടുമാറട്ടെ, എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ. കടബാധ്യതകൾ, അതുമൂലമുള്ള മാനസിക തകർച്ചകൾ, മാനസിക രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ, ഭയത്തിൻ്റെ രോഗങ്ങൾ, പ്രിയപ്പെട്ട മക്കളെ ഇന്ന് എടുത്തു മാറ്റപ്പെടുക. ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, കണ്ണ് വെക്കലുകൾ, അഹങ്കാരത്തിലൂടെ, തലക്കനത്തിലൂടെ കടന്നു വന്ന വൈരാഗ്യത്തിൻ്റെ, കുടുംബ തകർച്ചയുടെ ദുരാത്മാക്കളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം കിട്ടുക. നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെ പരിശുദ്ധ അമ്മ ജീവജലം കൊണ്ട് നമുക്ക് ലഭിച്ച മാമോദീസയുടെ ജലം കൊണ്ട് ഇന്ന് നമ്മെ സുഖപ്പെടുത്തിയ, വിടുതൽ നൽകിയ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബാധകൾ ഒഴിയട്ടെ, സാത്താൻ വിട്ടുമാറട്ടെ. തിന്മകളെ, പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ഈ വചനം കേൾക്കുന്ന മക്കളുടെ വീടുകളിൽ നിന്നും, ഹൃദയങ്ങളിൽ നിന്നും, അവരുടെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൂതൻ, സ്വർഗത്തിൻ്റെ അംബാസിഡർ അവളോട് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം? ഇത് കേൾക്കാനുള്ള എൻ്റെ യോഗ്യത എന്താ? ഈ വചനം കേൾക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? എന്നിട്ടും ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ. അവൾ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം, മക്കളെ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് പോകുന്നു. ആയതിനാൽ നീ യാതൊരു വിധത്തിൽ സങ്കടപ്പെടേണ്ട. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഡെലിവറൻസിൻ്റെ ആത്മാവേ, ഭാഷാപരത്തിൻ്റെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, വിവേകത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധ അമ്മയെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സ്ത്രീകന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ആദിമസഭയെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലിൻ്റെയും ഗബ്രിയേലിൻ്റെയും റഫേലിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, ഇവരുടെ സ്ഥലങ്ങളിൽ നിന്ന്, ഇവരുടെ മക്കളുടെ പഠനങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഇനിമേലിൽ യാതൊരുവിധ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ശാസിക്കുന്നു, നിങ്ങളെ ബന്ധിക്കുന്നു, നിങ്ങളെ ബഹിഷ്കരിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ ഇനി ഒരിക്കലും ഇവരുടെ ഭവനത്തിലോ ഇവരുടെ സ്ഥാപനത്തിലോ ഇവരുടെ കുടുംബത്തോ തൊഴിൽ മേഖലയിലോ പ്രവേശിച്ചു പോകരുതെന്ന്
കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആജ്ഞാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. രാവിലെ മുതൽ പള്ളിയിൽ കൗൺസിലിംഗ് നല്ല ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെയും വൈദികരുടെയും കൃപയുള്ള ആത്മായ പ്രേക്ഷിതരുടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ കൗൺസിലിംഗ് ഉണ്ട്. പള്ളിയിൽ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. നിങ്ങൾക്ക് വൈകുന്നേരം വരെ ഈശോയുടെ മുമ്പിലിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കും. അപ്പോൾ വൈകുന്നേരം വരെ ഇരുന്ന് വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, 6 മണി മുതൽ 8 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ, 8 മണിക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, 8:30 മണിക്ക് നേർച്ചക്കഞ്ഞ് കഴിച്ച് നിങ്ങൾക്ക് പോകാം. റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് സ്റ്റാൻഡിലേക്കും ഇവിടെ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനിയല്ല കോഴിക്കോട് താമസിക്കണമെന്നുള്ളവർക്ക് ധ്യാനകേന്ദ്രം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ധ്യാനകേന്ദ്രത്തിൽ താമസിക്കാനുള്ള സൗകര്യം നൽകുന്നതാണ്. ഈ പള്ളിയിലേക്ക് വരേണ്ടത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ നിങ്ങളിവിടെ കൊണ്ടുവരും. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.